ലവ് ജിഹാദിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വെളിച്ചം വീശുന്ന ദ കേരള സ്റ്റോറി എന്ന ചലച്ചിത്രവും സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് വേദികളിൽ പ്രധാന ചർച്ചയാകുന്നു. ദൂരദർശനിൽ പ്രദർശിപ്പിച്ചതിന് പിന്നാലെ വടക്കൻ ജില്ലകളിലെ ചില ക്രൈസ്തവ രൂപതകളിലും ഈ സിനിമ പ്രദർശിപ്പിച്ചതോടെ തിരഞ്ഞെടുപ്പിലും പ്രധാന സ്റ്റോറിയായി ദ കേരള സ്റ്റോറി മാറുകയാണ്. കേരളത്തിൽ നടന്ന ലവ് ജിഹാദ് സംഭവങ്ങൾ ആവിഷ്കരിക്കുന്ന ദി കേരള സ്റ്റോറി എന്ന സിനിമ വളരെ പെട്ടെന്നാണ് തെരഞ്ഞെടുപ്പ് ഗോദായിൽ വിവാദമായി മാറിയത്. കഴിഞ്ഞ വർഷം ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ ചില തിയേറ്ററുകളിൽ പ്രദർശനാനുമതി നിഷേധിച്ചിരുന്നു. എന്നാലും നിറഞ്ഞ സദസ്സിൽ സിനിമ ജനശ്രദ്ധ ആകർഷിച്ചു. കഴിഞ്ഞ ദിവസം ദൂരദർശനിൽ ഈ സിനിമ എത്തിയതോടെ ഇടതുമുന്നണി പ്രതിഷേധമുയർത്തി. DYFI തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തിയാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചത്. പക്ഷേ വടക്കൻ ജില്ലകളിലെ പ്രധാന ക്രൈസ്തവ സഭകൾ ചിത്രം ഏറ്റെടുത്തതോടെ സിനിമയ്ക്കെതിരായി UDFൽ മുസ്ലിം ലീഗ് ഒറ്റപ്പെടുന്ന അവസ്ഥയുമുണ്ടായി. കേരളത്തിൻ്റെ റിയൽ സ്റ്റോറിയാണ് ഈ സിനിമയെന്നും അതാണ് ക്രൈസ്തവ സഭകൾ ഈ ചിത്രം ഏറ്റെടുത്തതെന്നും കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി തുറന്നടിച്ചു. തീർച്ചയായും കാണിക്കണം. ഇതുപോലുള്ള വികൃതി ചിത്രം കാണിക്കുന്ന ആളുകൾ തുറന്നു കാണിക്കണ്ടേ? അതിന് എന്താ തെറ്റുള്ളത്? 100% ലൈവ് നിലനിൽപ്പുണ്ട്. അതിൻ്റെ കണക്കുകൾ മുഴുവൻ എല്ലാ ബിഷപ്പുമാരുടെ കയ്യിലുണ്ട്. അതുകൂടെ പള്ളികളിൽ കയറി പ്രശ്നം ഉണ്ടാക്കുന്ന ആരാണ്? ഈ മൈനോറിറ്റി ആയിട്ട് നടക്കുന്ന ആളുകൾ, കുറച്ച് ആളുകൾ കാണിക്കുന്ന വൃത്തികേടിന് ആ ഒരു ഒറ്റ സമുദായമാണ് പിന്നെ ബുദ്ധിമുട്ടിലാകുന്നത്. ഒരിക്കലും കേരള സ്റ്റോറി കേരളത്തിലെ എല്ലാ മലയാളിയും കാണണം എൻ്റെ അഭിപ്രായം. ഇന്ത്യയിലുള്ള ലോകത്തിലുള്ളവർ മുഴുവൻ കാണണം. ഇത് മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള വൃത്തികേട് ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത്. കോൺഗ്രസിൽ AK ആന്റണി മാത്രമാണ് സിനിമയ്ക്കെതിരെ കടുപ്പിച്ചു പറഞ്ഞ നേതാവ്. കേരളത്തിൽ മതസ്പർദ്ധ വളർത്താൻ ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ദൂരദർശൻ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത്. ആ കെണിയിൽ വീഴരുതേ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കേരളത്തിൽ നടക്കാത്ത പച്ചക്കള്ളമാണ് ദി കേരള സ്റ്റോറിയിൽ പറയുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ കൊല്ലത്തെ അഭിപ്രായം. കേരളത്തിൻ്റെ കഥയാണല്ലോ പറയുന്നത്. കേരളത്തിൽ എവിടെയാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചത്? പച്ച നുണ ഒരു നാട്ടിനെ അപകീർത്തിപ്പെടുത്താൻ ഭാവനയിൽ സൃഷ്ടിച്ച കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവതരിപ്പിക്കലുണ്ടായിട്ടുള്ളത്. ആ അവതരിപ്പിച്ച കാര്യങ്ങളോട് രാജ്യത്ത് നമ്മുടെ നാട്ടുകാർ മാത്രമല്ല, കേരളീയരല്ലാത്തവർ തന്നെ പ്രതികരിച്ചല്ലോ. കാലിക വിഷയമായതിനാലാണ് ക്രൈസ്തവ സഭകൾ സിനിമയെ പിന്തുണയ്ക്കുന്നതെന്ന് കേന്ദ്രമന്ത്രിയും ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥിയുമായ V മുരളീധരനും പറഞ്ഞു. അതിനെതിരായി മാർക്സിസ്റ്റ് പാർട്ടി വിമർശനം ഉയർത്തുന്നതിന്റെ അടിസ്ഥാനം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ക്രൈസ്തവ സഭകൾ അത് എവിടെയെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയം അത് കാലിക പ്രസക്തിയുള്ളതാണ് എന്ന് അവർക്ക് ബോധ്യമായതുകൊണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ പേരിൽ ക്രൈസ്തവ സഭകളെ ഭീഷണിപ്പെടുത്താനും അവരെ ആക്രമിക്കാനും അധിക്ഷേപിക്കാനും ഒക്കെ മാർക്സിസ്റ്റ് പാർട്ടി മുതിരുന്നത് അത് ജനാധിപത്യ സംവിധാനത്തിന്റെ ലംഘനമായിരിക്കും എന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദി കേരള സ്റ്റോറി തെരഞ്ഞെടുപ്പ് ഗോദായിലെ ബിഗ് സ്റ്റോറിയായി മാറിക്കഴിഞ്ഞു. ജനം, തിരുവനന്തപുരം.